ഇരുന്ന് കരയായിരുന്നു. ഏങ്ങലടിച്ച് കരയാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏങ്ങലടിച്ച് കരയുക. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും പറഞ്ഞതൊക്കെ കറക്റ്റാണെന്ന് പറഞ്ഞ് OCDക്ക് വരെ നമ്മളോട് അവർ കൺസൾട്ടേഷന് വരുന്നുണ്ട്. അങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ, പിന്നെ അല്ലെങ്കിൽ PCOD ഇപ്പോൾ ലേഡീസിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് റേക്കി ഫലപ്രദമാണോ? ആണ് ആണ് നമുക്ക് കിട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, അങ്ങനെ തീർച്ചയായും. ഇപ്പോൾ ഒരാളെ ഉപദ്രവിച്ചു, അതിപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ കർമ്മമാണെന്ന് വിചാരിച്ച അയാളോട് പക തോന്നാതിരിക്കും. ഇത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് തോന്നില്ല. ഇവർ വിചാരിക്കും ഇനി ജന്മത്തിൽ ഇവർ കാണില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇവരൊന്നിച്ച് വരും, ഇവരിങ്ങനെ പോകും. ഇതിങ്ങനെ മാറി മറിഞ്ഞ് നടക്കും. അതാണ് ടിൻ ഫ്ലെയിമിൻ്റെ. അതൊരിക്കലും അവർ പിരിയില്ല. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആരാണോ അവരുടെ ഫിംഗറിലേക്ക് ഒരു കാണാത്തൊരു നൂല് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. നമസ്കാരം. അബാക് മീഡിയയിൽ നിന്ന് അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് പരിചയമുള്ള ഒരു അതിഥിയാണ് ദർശന. ടാരോ റീഡറും റേക്കി ഹീലറുമായ ദർശന ലക്ഷ്മൺ. നമസ്കാരം. താങ്ക് യു. നമസ്തേ. ദർശന ലക്ഷ്മൺ ആണോ ദർശന ലക്ഷ്മി ആണോ? ദർശന ലക്ഷ്മൺ ആണ്. നമ്മുടെ അപ്ലോഡ് ചെയ്ത ദർശന ലക്ഷ്മി എന്നാണ് പേര്. ചെറുതായി ഒന്നിച്ച് അവരെന്നെ ലക്ഷ്മി മാഡം അല്ലേ അങ്ങനെ പുതിയൊരു പേര് സ്വീകരിച്ചോളാം. എങ്ങനെയുണ്ടായിരുന്നു അബാക് മീഡിയയിൽ ഇന്റർവ്യൂ ചെയ്ത് പോയതിനു ശേഷം? ഒട്ടനവധി പേര് വിളിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് വന്നു. കുറേ ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അത് വിചാരിക്കാത്ത തലങ്ങളിൽ നിന്ന് സെലിബ്രിറ്റീസ് ആയാലും അങ്ങനെയൊക്കെ നമുക്ക് കൺസൾട്ടേഷന് വരുന്നുണ്ട്. വളരെ ഹാപ്പിയായി പോകുന്നു. രോഹിത്തിൻ്റെ അടുത്ത് ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയാണ്. ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അബാക് മീഡിയയിൽ എത്തിയതിന് ശേഷം ഉണ്ടായത്. ഓക്കെ, സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. എന്താണ് വിഷുവായിട്ടൊക്കെ പരിപാടി? വിഷു സ്പെഷ്യൽ ആക്കണം എന്നാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എൻ്റെ കാര്യം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു 80% നടക്കാറുള്ളൂ. ബാക്കി ഭഗവാന്റെ തീരുമാനങ്ങളായിരിക്കും. അത് ആ വഴി കൂടെ പോകുക എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകിച്ചില്ല, എന്നാലും അങ്ങനെ പോകുന്നു. ഈ അബാക് മീഡിയയിൽ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം ഒരുപാട് കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടാവും അറിയാം. അപ്പോൾ ഈ കൺസൾട്ടേഷനിൽ ഏറ്റവും മറക്കാനാകാത്ത അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരുപാടുണ്ട്. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കേരള ബേസാണ് അവർ. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് എടുത്തു. അതിന് ശേഷം അവർക്ക്, കാരണം കുറുന്തോട്ടിക്ക് വാദം എന്നൊക്കെ പറയണ പോലെ, അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരൊരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ നല്ല പണിയുണ്ടായിരുന്നു. കാരണം അവരത് മറ്റുള്ളവരെ പറഞ്ഞ് നമ്മുടെ ലൈഫിലൊരു കാര്യം വരുമ്പോഴായിരിക്കും നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്കൊരാളെ പറഞ്ഞ് ഇതാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അവരാണെങ്കിൽ അറിയാലോ, MSc സൈക്കോളജി കഴിഞ്ഞ അതിനും മേലെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. ഞാൻ ബേസാണ് സൈക്കോളജിയിൽ. എന്നിട്ടും അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനും സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും 1 മാസത്തോളം എനിക്ക്. അത് മെയിനായിട്ട് റേക്കി തന്നെ. റേക്കിയിൽ നമ്മൾ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ് കൊടുക്കാറുള്ളത്. അത് തന്നെയാണ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അറിയുമായിരിക്കും, ഒരു റിലേഷനിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ബ്രേക്കപ്പ് ആയി എന്ന് വെക്കുക. ബ്രേക്കപ്പ് ആയാൽ നമ്മൾ മിണ്ടാതിരിക്കില്ല. അതായത് ഇപ്പോൾ ആണിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ആണാണ് ബ്രേക്കപ്പിന് കാരണം എന്നുണ്ടെങ്കിൽ, പെണ്ണ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ DP എടുത്ത് നോക്കുക, അവർ ഇൻസ്റ്റയിൽ സ്റ്റോറി നോക്കുക. ആ പോയ ആൾ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇടുന്ന കുറേ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അതിൽ പെട്ട് ഇവർ വീണ്ടും ഡിപ്രഷനിലായിക്കൊണ്ടേയിരിക്കണം. ഇവരിടില്ല. അതെ, അങ്ങനെ ഇടും. പക്ഷെ ഈ ഒരു കക്ഷി, ഞാൻ എന്നിട്ട് പറയാറുണ്ട്, നിങ്ങൾ അതിലേക്ക് പോകരുത്, നിങ്ങൾ കുറേ, അതായത് ചേസ് ചെയ്ത് പോയാൽ കൂടുതൽ അകന്നു പോകുന്നതാണ് നമ്മൾ പറയാറുള്ളത്. ചേസ് ചെയ്ത് പോകരുത് പറഞ്ഞാലും ഇവർക്ക് പറ്റില്ല. പിന്നെ കഴിഞ്ഞ ദിവസം വന്ന ഒരു മാഡം ഉണ്ട്. അവർക്ക് വന്നത് ഫോണിൻ്റെ റിംഗ് ടോൺ പോലും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കേണ്ട അതായത് അവരുടെ ഓഫീസ് ഫോണ് റിംഗ് അടിക്കുകയാണെങ്കിൽ പോലും അത് എറിഞ്ഞ് പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ. അത്രയ്ക്കും ട്രോമയാണ്. ചില ആൾക്കാർക്ക് പലതരത്തിലായിരിക്കും ട്രോമ വരിക. അങ്ങനെ പിന്നെ അതിന് ശേഷം വന്നൊരു തോന്നുന്നു നെമ്മാറ വേല ദിവസം, അതായത് ഏപ്രിൽ 3-ാം തീയതി വന്നൊരു ഇതായിരുന്നു. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു UK നിന്നാണ് ഒരു ചേട്ടന വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇതേപോലെ വൈഫാണ്, കൊച്ചിനെയും കൊണ്ട് പോയിരിക്കുകയാണ്. തിരിച്ച് ഞാൻ താരോ എടുത്ത് പറഞ്ഞു, ഇതിൽ റിയൂണിയൻ ഇല്ല, പോസിബിൾ അല്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞു. 2-3 തവണ ഞാൻ നോക്കിയിട്ടും അത് തന്നെയാണ് ഉത്തരം. പെൻഡുലം എടുത്ത് നോക്കിയിട്ടും അത് തന്നെയാണ് ഉത്തരം. പക്ഷേ ആ പുള്ളി
ഇരുന്ന് കരയുമായിരുന്നു. ഏങ്ങലടിച്ച് കരയാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏങ്ങലടിച്ച് കരയുക. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും പറഞ്ഞതൊക്കെ കറക്റ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഭയങ്കര ക്ലാപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഫ്യൂച്ചർ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയാണ്, എൻ്റെ കൊച്ചിൻ്റെ അമ്മയായിട്ടെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതി, എന്തെങ്കിലും ചെയ്തു തരുമോ മാഡം എന്ന് പറഞ്ഞ് നമ്മളെ കാല് പിടിച്ച് ബെഗ് ചെയ്യണൊരവസ്ഥയാണ്. ഇങ്ങനെയും സാഹചര്യങ്ങൾ കടന്നുപോയി. സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കോഴ്സിലേക്ക് അവരെ, പക്ഷെ അവർക്ക് അതിനുള്ള സമയമില്ല. അവർ വേറെ, നമ്മുടെ ടൈമും അവരുടെ ടൈം ഷെഡ്യൂളും വ്യത്യാസം. ഇദ്ദേഹത്തിന് കോഴ്സ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, മനസ്സുകൊണ്ട് വിചാരിക്കട്ടെ. അതെ, അല്ല, നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ ഒന്ന് റിക്കവർ, അല്ലാണ്ട് തിരിച്ചിപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ കൊടുത്താലും ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ട്, അങ്ങനെ ഒരു വെറുതെ ഒരാൾ അവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം? ഒരു റിലേഷൻഷിപ്പും ഇല്ല. ആ വൈഫ് തിരിച്ച് വരികയാണ്, എന്നിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തു എന്ന് തന്നെ വെക്കുക, അവർ വന്നു എന്ന് തന്നെ വെക്കുക. ഒരു തരത്തിലും അവർ മിണ്ടാതെ വീട്ടിൽ വിളിക്കാതെയും പറയാതെയും പോലെ ഇരുന്നിട്ട് അങ്ങനെ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് എന്തിനാണ്? പക്ഷെ ആ പോയ കുട്ടി എന്ന് പറയുന്ന ആൾ അവർ ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും പ്രശ്നമാക്കി, ഇവിടെയും പ്രശ്നമായി. അതിനേക്കാൾ നല്ലത് ഇദ്ദേഹത്തിന് കാർഡിൽ പറയുന്നത് അനദർ റിലേഷൻഷിപ്പ്, അതൊരു വേറൊരു മാരേജ്, സെക്കൻഡ് മാരേജ് എന്നുള്ളൊരു ഓപ്ഷനെ കാണും. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇപ്പം നിങ്ങൾക്കിത് ബുദ്ധിമുട്ടുണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും, അടുത്ത മാരേജ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് വേണ്ട, എനിക്ക് അവരെന്നെ വന്നാൽ മതി, അങ്ങനെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ റേക്കി ഹീലിങ്ങിൽ എന്തൊക്കെയാണ് നമുക്ക്, എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളാണ് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റുന്നത്? റേക്കിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റേക്കി ഉദ്ദേശിക്കുന്നത്, കുറച്ച് കമൻറ്റുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റേക്കി ഒരിക്കലും നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് നിർത്തിയിട്ട് റേക്കിയിലേക്ക് വരാൻ നമ്മൾ ഒരിക്കലും പറയാറില്ല. അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പാരലായിട്ട്, നമ്മളിപ്പോൾ ക്യാൻസറിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് ഒരിക്കലും അതിൻ്റെ മരുന്ന് നിർത്തിയിട്ട് റേക്കിയിലേക്ക് വരാൻ ഒരു റേക്കി മാസ്റ്റേഴ്സും പറയില്ല. അത് അതിനോടൊപ്പം തന്നെ അവർക്ക് സമാധാനം അല്ലെങ്കിൽ ഒരു ഹീലിംഗ്, ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വേദനകളാണെങ്കിലും അതിൻ്റെ മെൻ്റൽ ഡിപ്രഷൻ ആണെങ്കിലും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി റേക്കി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അത് അതേപോലെ തന്നെ ബാക്ക് പെയിൻ, ഇപ്പോൾ OCDക്ക് വരെ നമ്മളോട് അവർ കൺസൾട്ടേഷന് വരുന്നുണ്ട്. അങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ? പിന്നെ അല്ലെങ്കിൽ PCOD, ഇപ്പോൾ ലേഡീസിന് കൂടുതലായിട്ട് വരുന്ന സംഭവം, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് റേക്കി ഫലപ്രദമാണോ? ആണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ? നമ്മൾ അത് റേക്കിയിൽ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ലൈഫ് കർമാസ് കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് പറയല്. നമ്മുടെ ചക്ര, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചക്ര ഇൻബാലൻസിങ്ങും കൊണ്ടൊക്കെയാണ്. അപ്പം നമ്മൾ ചക്ര ഒന്ന് അലൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീലിംഗ് കൊടുക്കും അവർക്ക്. പിന്നെ 7 ചക്രയിലും ഉള്ള മെഡിറ്റേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, അതിൻ്റെ ബീജമന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ അവരോട് തന്നെ സ്വയം ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മൾ ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മേജറായിട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ഒരു പ്രായമുള്ള ഒരു അമ്മമ്മ, എനിക്ക് പേര് അങ്ങനെ ഓർമ്മയിലില്ല, അവർക്ക് ഈ മുട്ടിൻ്റെ സർജറി കഴിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ വേദന മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാറി. മെഡിസിൻ ഉണ്ട്. മെഡിസിൻ നിർത്തിയിട്ട് ഒരിക്കലും നമ്മൾ ഇതിലേക്ക് വരാൻ ആരെയും പറയില്ല. അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നാച്ചുറോപ്പതിയിൽ പോയപ്പോഴും അവരും പറഞ്ഞത്, മെഡിസിൻ അവർ കഴിക്കുന്ന അലോപ്പതി മെഡിസിൻ നിർത്തിയിട്ട് ഒരിക്കലും ഇതിലേക്ക് വരാനൊന്നും ആരും പറയില്ല. അല്ല, ഞാൻ റേക്കിക്ക് മുമ്പ്, ഇപ്പോഴല്ല, 2022 കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് ഇപ്പൊ ഞാൻ അമ്മയ്ക്ക് റേക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ. അപ്പം സ്വയം ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? സ്വയം പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വയം സെൽഫ് ഹീലിംഗ് തന്നെയാണ് മെയിൻ. കാരണം നമ്മൾ സെൽഫ് ഹീലിംഗ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലൂടെ റേക്കി ഒഴുകണം, അനന്തരം ഒഴുകിക്കൊണ്ടിരിക്കണം. നമ്മൾ സ്വയം റേക്കിയായി മാറാമെന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പം നമ്മൾ നിരന്തരം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ഇമോഷണലി പ്രശ്നം വരികയാണെങ്കിൽ, ചിലപ്പോൾ ഒരു കാര്യം നമുക്ക് ഇന്നതാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ടാരോയിൽ വരികയാണെങ്കിലും അവർ പറയും ഒരു റിസൾട്ടായിരിക്കും അവർ പ്രതീക്ഷിക്കുക. അപ്പോൾ യെസ് ഓർ നോ, അത് അവർക്ക് യെസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. ചിലപ്പോൾ മറിച്ച് നോ ആയിരിക്കും വരിക. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് തകർന്നു. നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ എനിക്കൊരു പ്രശ്നമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഉത്തരം എസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ എസ് ആവണം എന്നായിരിക്കും എൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പം ഞാൻ അത് ചെയ്താൽ ചിലപ്പോൾ എസ് തന്നെ ആയിരിക്കും വരിക, കറക്റ്റ് ഉത്തരം ആവണം എന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും പറയാം എനിക്കിങ്ങനെ ഒരു ഹീലിംഗ് വേണം. അപ്പോൾ അവർ ഇമോഷണലി കണക്റ്റഡ് അല്ല, അപ്പോൾ അവർ ചെയ്തു തരും. അപ്പോൾ അത് എനിക്ക് എന്താണോ നല്ലത് അത് വന്ന് ഭവിക്കട്ടെ. ചിലപ്പോൾ ഒരു വ്യക്തി ഇപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു പാഠം പഠിക്കാനുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളാണെങ്കിലും ഓരോ സാഹചര്യമാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്നത്.
അപ്പോൾ നമ്മൾ ഒരുപാട് മെൻ്റലി കണക്റ്റഡ് അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ ഡിപ്രഷൻ മോഡിലേക്കൊക്കെ പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ ഇപ്പം ഞാൻ എന്താ സംഭവിക്കണം, എനിക്ക് ഓരോ പ്രശ്നങ്ങൾ കിട്ടുമ്പോൾ ആ ഒരു ചെറിയ സമയത്ത് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവുന്നല്ല, പെട്ടെന്ന് ഞാൻ തിങ്ക് ചെയ്യും ഇത് എന്നെ എന്തോ ഒരു പാഠം പഠിപ്പിക്കാനാണ് വന്നത് എന്ന് എൻ്റെ മൈൻഡിൽ തോന്നാറുണ്ട്. ഒരു കർമ്മ അവിടെ പാസ്റ്റ് ലൈഫിൽ ഞാൻ ഇന്നൊരു കർമ്മ അതെനിക്ക് തോന്നാറുണ്ട്, ഇന്നൊരു കർമ്മ ഞാൻ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു തിരിച്ച് കിട്ടുകയാണെന്ന് അറിയുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. നമുക്ക് കിട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, അങ്ങനെ തീർച്ചയായും. ഇപ്പോൾ ഒരാളെ ഉപദ്രവിച്ചു, അതിപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെ കർമ്മമാണെന്ന് വിചാരിച്ച അയാളോട് പക തോന്നാതിരിക്കും. ഇത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് തോന്നില്ല, മനസ്സിലായി. അതായത് ഇതിന്റെ സത്യം എന്താന്ന്, ഇതിപ്പോ റേക്കിയോ ടാരോ ഒന്നും അല്ലാതെ തന്നെ ഇത് സത്യം, പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഒരു ഈ റിലേഷൻഷിപ്പിൽ തന്നെ 3 തരത്തിലുള്ള ജേണി എന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്ന് ടിൻ ഫ്ലെയിം കണക്ഷൻ, ഒന്ന് സോൾമേറ്റ് കണക്ഷൻ, ഒന്ന് കാർമിക് കണക്ഷൻ. അത് ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരട്ടത്തിരി എന്നാണ് അതിന് മെയിനായിട്ട് പറയുക. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ തന്നെ ആവണം എന്നില്ല, അതായത് കല്യാണം കഴിച്ച വ്യക്തി തന്നെ ആവണം എന്നില്ല നമ്മുടെ ടിൻ ഫ്ലെയിം. അത് വേറെ ചിലപ്പോൾ ഒരേ മെയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ തന്നെ ആയിരിക്കും. അതിന് മറ്റേ ആ ഒരു ലെവല് സെക്ഷുവലി അല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത് രണ്ടും സ്പ്ലിറ്റായിട്ട് വേറെ സോളായിട്ട് 2 ആത്മാക്കളായിട്ട് മാറിപ്പോയി 2 സാഹചര്യങ്ങളിൽ ജീവിച്ചു പോകണം. അത് ഒരു തരത്തിലും സ്ഥലപരമായും ഒന്നും അവർ തമ്മിൽ ഒരു തരത്തിലും കണക്ഷൻ വരാൻ സാധ്യത ഉണ്ടാവില്ല. ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, വേറൊരാൾ അമേരിക്കയിലായിരിക്കും, പക്ഷെ അവരെങ്ങനെയെങ്കിലും കണക്റ്റഡ് ആവും. ഈ ജന്മത്തിൽ അവർ കണക്റ്റഡ് ആവും. അത് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ വരും, വീണ്ടും നല്ല രീതിയിൽ പോകും, പിന്നെ അടിച്ചു പിരിയും. ഇവർ വിചാരിക്കും ഇനി ജന്മത്തിൽ ഇവർ കാണില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇവരൊന്നിച്ച് വരും, ഇവരിങ്ങനെ പോകും. ഇതിങ്ങനെ മാറി മറിഞ്ഞ് നടക്കും. അതാണ് ടിൻ ഫ്ലെയിമിൻ്റെ. അതൊരിക്കലും അവർ പിരിയില്ല ആ ലൈഫിൽ, അതായത് ആ ജന്മത്തിൽ അവരൊരിക്കലും പിരിയില്ല, ഒരു തരത്തിലും പിരിയില്ല. മരിച്ചു പോവുകയാണെങ്കിലും ചിലപ്പോൾ അവർ നിയർ ബൈ ആയിട്ടായിരിക്കും മരണം അവർക്ക് സംഭവിക്കുക. ജനനവും അതേപോലെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, മരണം അതേപോലെ ആയിരിക്കും സംഭവിക്കുക. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെയാണ് ടിൻ ഫ്ലെയിമിൻ്റെ കാര്യം. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അറിവാണ്, ഇതിൽ മാറ്റങ്ങൾ വരാം പലതരത്തിൽ. എനിക്ക് കിട്ടിയ അറിവ്, അതായത് ഞാൻ വായിച്ച കാര്യങ്ങളും അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു സോൾമേറ്റ് കണക്ഷൻ. അതിൽ 2 പേര് ഈ സോൾമേറ്റ് കണക്ഷൻ്റെ തമ്മിൽ ഈ നമ്മുടെ ഈ റിംഗ് ഫിംഗറിന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആരാണോ അവരുടെ ഫിംഗറിലേക്ക് ഒരു കാണാത്തൊരു നൂല് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പം അതും ഇവർ ഏറ്റവും ഹാപ്പി ആയിരിക്കും. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ അടികൂടില്ല, ഒന്നും ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പോകുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കും സോൾമേറ്റ്. ചിലപ്പോൾ എങ്ങാനും മാറി നിൽക്കേണ്ട അവസ്ഥ വന്നാലും ഈ 2 ആൾക്കും അറിയാം ഇന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ തൽക്കാലം മാറിയിരിക്കുകയാണ്. ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർ ഒന്നിക്കാം. പക്ഷെ ടിൻ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പം മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പറ്റി പറയലും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവ് പറയലൊക്കെ ആയിരിക്കും. പക്ഷെ വീണ്ടും ഇവർ തിരിച്ചു വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് തിരിച്ചെടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ടിൻ ഫ്ലെയിമിൽ കൂടുതൽ അടിപിടിയൊക്കെ വരുന്നത്. അതാണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം. കാർമിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇതേപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ, അത് ചിലപ്പോൾ ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ല വേറെ എന്തിനെങ്കിലും ആയിരിക്കാം. ഒരു കർമ്മം അവരുമായിട്ട് നമുക്ക് തീരാനുണ്ടാവും. കഴിഞ്ഞ ജന്മത്തിൽ ബാലൻസ് വെച്ചൊരു കർമ്മം ഈ ജന്മത്തിൽ തീരാനുണ്ടാവും. അത് തീരുന്ന സമയത്തോടു കൂടെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരൂല്ല. എങ്ങനെ വിചാരിച്ചാലും അവർ വരില്ല. അങ്ങനെ കർമ്മ കണക്ഷൻ ആണെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർക്കാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരിക. ഇവർ പിന്നെ എന്ത് ചെയ്താലും ഇവർ പല കാര്യങ്ങളും എനിക്കത് ചെയ്തു തരണം, സ്പെൽ വർക്ക് ചെയ്തു തരുമോ, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ചെയ്തു തരുമോ, നമ്മുടെ ALS ചെയ്തു തരുമോ എന്നൊക്കെ പറഞ്ഞു വന്നാലും നമ്മൾ ഇതൊക്കെ എന്തൊക്കെ കാർഡിൽ നിന്നിട്ടായാലും നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് എല്ലാം വരാറുണ്ട്, 3 വരാറുണ്ട്. ഏറ്റവും കൂടുതൽ കർമ്മയായിരുന്നു. സ്വന്തം ലൈഫിൽ അങ്ങനെ കാർഡ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടോ? കാർഡ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ എൽഡർ ബ്രദർ റീസെൻ്റ്ലി എൻ്റെ ഒരു എൽഡർ ബ്രദർ ആയിരുന്നു പാസ്റ്റ് ലൈഫിൽ. അദ്ദേഹം ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നമ്മുടെ ഇവിടുന്ന് പോയതിന് ശേഷമാണ് പറയുന്നത്, ബക്മീഡിയിൽ നിന്ന് പോയതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക്, കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, ഷെയർ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അത് പെട്ടെന്ന്
ഒരു സാഹചര്യം കൊണ്ട് തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം അത് എനർജി ഒന്ന് കട്ടായി പോയി. അപ്പോൾ ഞാൻ വളരെ വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ കർമ്മ എടുത്ത് നോക്കിയ സമയത്താണ് കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ എൽഡർ ബ്രദറായിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തെ കുറച്ചധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു തരാൻ വേണ്ടി വന്നു. ആ ഒരു വിഷമം ഞാൻ അനുഭവിച്ചു. അത് പക്ഷെ ആളിപ്പോഴും ആ ഒരു കർമ്മ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്റ്റ് ഉണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് വിഷമമില്ല. അങ്ങനെ കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് സന്തോഷം ഉണ്ടാക്കാനുള്ള കാരണങ്ങളാവും. അതെ, അതായത് തീർച്ചയായും പണ്ടായിരുന്നു പണ്ട് മീൻസ് ഈ ഒരു എൻ്റെ ഈ ജേണിയിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു പ്രശ്നം കിട്ടിയാലും കരഞ്ഞുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ. ഇപ്പോൾ സന്തോഷത്തിലേക്ക് ഞാൻ പോയാലും, ഒരു സന്തോഷം എൻ്റെ ഫ്രണ്ടിൽ ഇപ്പം നടക്കുന്നുണ്ടെങ്കിലും, ഒരു ഇവൻ്റ് നടക്കുകയാണ്, ഞാൻ സന്തോഷത്തിൽ എക്സ്ട്രീം സന്തോഷത്തിൽ നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് ആ സങ്കടം ഉണ്ടല്ലോ, അയ്യോ ഞാനിങ്ങനെ സന്തോഷിച്ചുകൂടാ, എനിക്കിവിടെ ഒരു ഈ പ്രശ്നം ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ആ ഷെല്ലിൽ കയറി ഇരിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വിഷമിച്ചിട്ടിരിക്കാൻ നേരവും ഇല്ല, നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് പോവാറുമില്ല. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഓക്കെ, അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക.